ലാത്തി ചാർജ് നടന്നിട്ടില്ല, വാണിംഗ് കൊടുത്തിട്ടില്ല, സൈറൻ കൊടുത്തിട്ടില്ല. പക്ഷെ പോലീസിലെ ചില ആളുകൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു, അടിച്ചു എന്ന് വടകര റൂറൽ SP പറയുന്നു. അല്ല, അപ്പം അവിടുത്തെ പിന്നെ രാജേട്ടൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് 2 തവണ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു. അന്നത്തെ രാവിലത്തെയും തലേ ദിവസത്തെയും ഇൻസിഡൻസിൽ ഇതൊക്കെ ഉണ്ട്. ഞാൻ പറയുന്ന അതൊക്കെ എസ്കലേറ്റ് ചെയ്യാതിരിക്കാനുള്ള ശ്രമമാണ് ആ സമരരംഗത്ത് ചെന്നപ്പം നടത്തിയത്. ഈ മർദ്ദനം ഏറ്റതിന്റെ ശേഷം പോലും നടത്തിയതിന്റെ വീഡിയോ വിഷ്വൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ സംഘർഷം ഉണ്ടായിട്ട് ഈ മർദ്ദനം ഏറ്റിട്ട് അതിന്റെ ശേഷവും കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും നടത്താൻ ഒരു UDF പ്രവർത്തകനെ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. ഇപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം അതിന്റെ എസ്കലേഷൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അങ്ങനെയല്ലല്ലോ പിന്നെ പെരുമാറുക. അല്ല, എന്നുവെച്ചാൽ പിരിച്ചുവിട്ടു എന്ന് എല്ലാ മാധ്യമങ്ങളും, ഒരു മാധ്യമം അല്ല, എല്ലാ മാധ്യമങ്ങളും പേര് പറഞ്ഞ് പിരിച്ചുവിട്ടു എന്നുള്ള പറയുന്ന വാർത്തകളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അതാണ് നിങ്ങളെ കാണിച്ചത്. സസ്പെൻഷന്റെ ഓർഡർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ഡിസ്മിസലിന്റെ പിന്നെ കാര്യങ്ങൾ പിന്നെ വാർത്തകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പിരിച്ചുവിട്ടതിന്റെ ഡീറ്റെയിൽ വിവരാവകാശ പ്രകാരം ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ഡീറ്റെയിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടി ആയിട്ടാണ് കൊടുക്കുന്നത്. ഇന്നലെ വന്ന വിവരാവകാശം ഈ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഇല്ല. ഇതാണ് ഇവരുടെ പിരിച്ചുവിടലെങ്കിൽ ശുദ്ധികലശം നടത്തി ഇതുപോലെ ഒരു പോലീസ് കാലത്തും ചെയ്തിട്ടില്ല. പോലീസിലെ ക്രിമിനലുകളുടെ മുഴുവൻ അടിച്ചൊതുക്കുന്നു, ഇല്ലാതാക്കുന്നു. എന്നിട്ട് സഭയിൽ അത് അവകാശവാദമായിട്ട് ഉന്നയിച്ചു. അന്ന് രമേശ് ചെന്നിത്തല അന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. അന്നൊക്കെ വലിയ ക്ലെയിം വെച്ച ആളുകൾ ഇവരെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന്റെ പിന്നിൽ ഇപ്പം പോലീസും ഗവൺമെന്റും അറിയാതെ ഒരു ഇത്തരത്തിലുള്ള ആളുകളെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. 2023 ജനുവരി 16 വേറൊരു കേസിൽ സസ്പെൻഷൻ ആവുക, 19 3 ദിവസം കൊണ്ട് വേറൊരു കേസിൽ ഡിസ്മിസിലായി എന്നുള്ള വാർത്തകൾ വരിക, എന്നിട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് ഇത്തരം ജോലികൾക്ക് ഇവരെ ഉപയോഗിക്കുക. ഇപ്പൊ പോലീസിലൊരു ഗുണ്ടാ സെല്ല് CPM നിലനിർത്തുകയാണ്. വ്യാപകമായ അക്രമങ്ങൾ പ്രതിഷേധിക്കുന്നവർക്കെതിരെ നടത്തുന്നു. ഞാൻ ചോദിക്കുന്നു, ഒരു ഭരണകക്ഷി MLA കൈ പോലീസ് തല്ലി ഓടിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ല? കയ്യോ കാലോ എറണാകുളത്ത് ഒരു CPI-കാരന്റെ. ഇപ്പം വടകര കൺട്രോൾ റൂമിന്റെ CI FIR-ൽ പറയുന്നു ഇയാളുടെ സാന്നിധ്യം അവിടെയുണ്ട്. ആ അഭിലാഷ് ഡേവിഡും ഈ അഭിലാഷ് ഡേവിഡും ഒന്നാണെങ്കിൽ ഇവരെ രേഖപ്രകാരം, കാരണം ഫോട്ടോ കാര്യങ്ങളൊന്നും സൈറ്റിലില്ലല്ലോ, അതെന്താ കൊടുക്കാത്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ പ്രഥമ വിവരത്തിൽ പറയുന്നുണ്ട്, പിന്നെ IPSHO, അതുപോലെ ബാലുശ്ശേരി IPSHO, കുറ്റ്യാടി IPSHO, പെരുവണ്ണാമൂഴി IPSHO, വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ്. പോലീസിന്റെ പ്രഥമ വിവരത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ സൈറ്റ് നോക്കുമ്പോൾ ഈ പേര് അവിടെ കാണുന്നുണ്ട്, ഫോട്ടോ കാണുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.